ഞാനിവിടെ ഉണ്ട്, പോയിട്ടില്ല. ഇടക്കിടക്ക് എന്നെ അങ്ങനെ നോക്കണമെന്നില്ല. വെട്ടിക്കോളൂ. ചന്തി അവിടെ നിൽക്കട്ടെ, ചട്ടകളകട്ടെ. മൂട് അളക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഇത്? ഉത്രട്ടാജി വള്ളംകളിയല്ല, നട്ടോട്ടാജി സത്തേ. നല്ലോണം അളക്കുക. ഇത് ഉപ്പേരിക്കുള്ളതല്ല, മരുന്നിനുള്ളതാ. നന്നായി അങ്ങോട്ട് എരിയാ. തുടങ്ങിക്കോളൂ. ക്ഷിപ്ര വരിക. എന്താ അറിവുകളെ? മങ്കമ്മയുടെ അടുത്തുനിന്ന് ആ ചാക്കണയും മന്ത്രകോലും വാങ്ങിക്കൊണ്ടുവരിക. ചെന്നോളൂ. മങ്കെടുത്തിയേ ആ ചാക്കണി മന്തകോലും എടുത്തരം പറഞ്ഞ അറിവുകള്. എന്റെ ഈശ്വര, അയ്യോ ഈശ്വര, എന്താ ഇവിടെ സംഭവിച്ചേ? അയ്യോ, എവിടെ ചാക്കണയും മന്ത്രകോലും? കിട്ടിയില്ല. ചോദിക്കാൻ ഞാൻ തന്നെ കിണ്ടിയെടുത്ത് എറിഞ്ഞോടിച്ച അറിവുകളെ. താൻ അവിടെ ചെന്ന് എന്താ ചോദിച്ചേ? ചാക്കണി മന്തകോലും. എന്റെ ഭാര്യ മങ്കമ്മയെ താനെന്താ വിളിച്ചേ? മങ്കിയെടുത്തിയെന്ന്. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തൻ മങ്കി മങ്കിന്ന് വിളിക്കണത് കേട്ട് നിൽക്കാൻ ലോകത്തൊരു ഭർത്താവിന് സാധിക്കില്ല. മങ്കിയുടെ അർത്ഥം ഒരു 100 പ്രാവശ്യം തനിക്ക് ഞാൻ പറഞ്ഞു തന്നൂലോ അല്ലേ? ഞാൻ അർത്ഥം വെച്ച് വിളിച്ചല്ല അറിവുകളെ. പക്ഷെ എന്റെ ഭാര്യക്ക് ലേശം ഇംഗ്ലീഷ് അറിയാം. എടോ കടവരാ, അവർകളെ ഈ മൃട്ടാള ഭിക്ഷുവിനെ മങ്കമ്മയുടെ പേര് വിളിക്കാനൊന്ന് പഠിപ്പിച്ചൂടെ തനിക്ക്? പഠിപ്പിക്കവർകളെ. മങ്കമ്മ, മങ്കിയമ്മ, മങ്കമ്മ, മങ്കിയമ്മ, മങ്കമ്മ, മങ്കിയമ്മ. ഇപ്പൊ വേണ്ട, ഞാനിവിടെ ഇല്ലാത്തപ്പോ മതി. ഞാൻ പറഞ്ഞിപ്പോ എന്താ ഒരു കുഴപ്പം? മാ മങ്കമ്മ. ഹലോ, ഒന്ന് നിക്കണേ. നമ്മളെ ഈ ശർക്കര വൈദ്യര് വീട്ടിലേക്കുള്ള വഴിയേതാ? എന്ത്? ശർക്കര വൈദ്യരില്ലേ, ശർക്കര വൈദ്യര്, അയാളെ വീട്ടിലേക്കുള്ള വഴിയേതാ? എന്താ പ്രശ്നം? ഞങ്ങളുടെ നാട്ടില് ഒരാൾ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. മരിച്ചണോ ഇല്ലേന്നൊന്ന് ഉറപ്പ് വരുത്താന് വൈദ്യരൊന്ന് കൊണ്ടുപോകാൻ കരുതി വന്നതാ. ശർക്കര വൈദ്യരെന്ന് വിളിച്ചാണ് ചെന്നാലേ ആ മരിച്ചവൻ അവിടെ തന്നെ കുഴിച്ചിടേണ്ടി വരും. മൂപ്പര പേര് വൈദ്യ കുലോത്തമ ഋഷികേശ ശാന്തര മൂസത് എന്നാ. വൈദ്യകുലോത്തമ ഋഷികേശ ശാർങ്ങതര മൂസത് എന്നാ. മൂസ വൈദ്യരെന്ന് പറഞ്ഞാ മതിയാവൂ. നിങ്ങളൊരു കാര്യം ചെയ്തോളി, മൂസാക്കാന്നാണ് വിളിച്ചാളി. എന്നാ ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ചും പോവാ. പിന്നെ മൂപ്പരോട് കുറച്ച് ബഹുമാനത്തിൽ കണ്ടും കേട്ട് ഇന്നാലേ നിങ്ങളെ കാര്യം നടക്കുള്ളൂ. വൈദ്യരെന്ന് വിളിച്ചാ മതി, അതാണ് വഴി. ഇതിലാണ്ട് പോയാ മതി. വൈദ്യരില്ലേ? പൊട്ടനാണെന്ന് തോന്നുന്നു. വൈദ്യർ ഇവിടെ അല്ലേ? എന്താ അവിടെ? ആരാ? വന്ന സമയം ശുഭലക്ഷണ. ക്ഷിപ്ര, കഠോര, വരിക. അറിവുകൾ വിളിച്ചോ? ആ മരണ വീട്ടുകളുടെ സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറായി നിൽക്കുക. ഉടനെ പുറപ്പെടണം. എവിടെ സ്ഥലം? ആനപ്പറമ്പേ. വാഹനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ നടക്കുക, വേഗം നടക്കുക.
നിഷ്കാസനാം സപ്ത കടാഹ ദുർമേധസ്യ ഷഡ്ഭുജ ത്രികുണ്ടം എന്നാണല്ലോ പ്രമാണം. ഉവ്വ ഉവ്വ. തരിക. ഓ തന്നോളൂ. പുറത്തു പോയി ശർക്കര എടുത്ത് തയ്യാറായി നിൽക്കാൻ പറയാം. ഓ. ചെന്നോളൂ. മാറുക 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 മാറുക. ആ ചെരുപ്പ് എവിടെ ചെരുപ്പ്? ആ കിട്ടി. ശർക്കര എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു. ശർക്കര എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു. എല്ലാരും മാറുന്നോളൂ, എല്ലാരും റെഡി ചെയ്യുന്നോളൂ. പിടിച്ചോളൂ. ഇത് പിടിക്ക. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അറവകൾ ശർക്കര എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഒന്നും പേടിക്കണ്ട, രക്ഷപ്പെട്ടു. തോടുകൂട്ടി ഇത് കഴിക്കാനാ. എങ്ങനെയുണ്ട്? ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ഇതുകൂടെ കുറച്ചുകൂടെ. നല്ല കുട്ടിയായല്ലോ. എങ്ങനെയുണ്ട്? മര്യാദക്ക് മരിച്ചു കിടന്നിരുന്ന എന്നെ ആ മരുന്ന് കുടിപ്പിക്കുന്നതിലും ഭേദം ഞാൻ മരിച്ചങ്ങോട്ട് പോയേന്. എമ്മാതിരി കയ്പ്. പോവാ. അയ്യോ എന്തോരടി. പിടിക്കുക. ഇത് പിടിക്കുക. സന്തോഷായില്ല എല്ലാവർക്കും. ഇനി ക്ഷിപ്രനും കടറിനും എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോളൂ. അയ്യോ ഞങ്ങൾക്കൊന്നും വേണ്ടേ. ഞങ്ങൾക്ക് കിട്ടാനുള്ളൊക്കെ ഈ ശവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയേ. ഓ എന്നാ ഇനി താമസിക്കണ്ട, പുറപ്പെടാം. ഇനി യാത്ര പറയാൻ നിൽക്കണില്ല, പുറപ്പെടുക. എവിടെ വണ്ടിക്കാര്? വരിക, പുറപ്പെടാം. വൈദ്യരെ വളരെ സന്തോഷായി. വൈദ്യർക്കുള്ളതും കൂടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓ ഞാൻ വാങ്ങിച്ചോളാം. നടക്കുക. ആ ക്ഷിപ്ര, കഠോര, ഓ എനിക്കുള്ളത് ഇങ്ങോട്ട് എടുത്തോളൂ. തരാലോ, സൗകര്യം പോലെ തരാം. വൈദ്യരെ, ശർക്കര വൈദ്യരെ. ആ ശർക്കര വൈദ്യരെ, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, സമാധാനായി. ഇന്റെ അഞ്ജനാണ് രാവിലെ നീറ്റ് യോഗ ചെയ്ത് ഉറങ്ങിപ്പോയി. പിന്നെ കാണുന്ന ഈ പരുവത്തിലാ. രക്ഷിക്കണം വൈദ്യരെ. ശരിയാ വൈദ്യരെ, ശരിയാ ശർക്കര വൈദ്യരെ. ആദ്യം ഇയാളങ്ങോട്ട് മാറി നിൽക്കുക. ഹൈ, ഈ ചോന്ന ഷർട്ടിട്ട് ആളങ്ങോട്ട് മാറി നിൽക്കുക. ആ കഠോര, ഓ ഇവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. വരിക എടുത്തോളൂ. വരിക വരിക. ക്ഷിപ്രന്ന് അവിടെ നിൽക്കുക. വരിക, ഇതിലേ വരിക, ഇതിലേ വരിക. ആ വരിക അങ്ങോട്ട്. നടക്കുക. ഇങ്ങോട്ട് വരിക. ക്ഷിപ്ര, എന്താ അറവകളെ? ആ നിൽക്കുന്ന ത്രിയൂഷ വികുണ്ടം നമ്മെ വിളിച്ചത് താൻ കേട്ടില്ലേ? കേട്ടു അറവകളെ. ശർക്കര വൈദ്യരുന്നല്ലേ? ഉവ്, ആ പേര് എനിക്ക് ഇഷ്ടമല്ല എന്ന് തനിക്ക് അറിഞ്ഞൂടെ? ഉവ്, അവൻ അറവകളുടെ ഓമന പേര് വിളിച്ചായിരിക്കും. എനിക്ക് ഓമന പേരിടാൻ ഞാൻ അവന്റെ മാതാവിന്റെ ഉദരത്തിലല്ലല്ലോ ജന്മം കൊണ്ടത്. താൻ അവനോട് ചെന്ന് പറയാ, മേലിൽ ആ പേര് ഇവിടെ ഉച്ചരിക്കരുതെന്ന്. ചെല്ല. ശരി അറവകളെ. എന്തേ, എന്താണ്ടായത്? ഇങ്ങോട്ട് വരിക. ഇയാളെ വൈദ്യർക്ക് ഇക്ഷ പിടിച്ചിരിക്കണു. ശർക്കര വൈദ്യരെ എന്നുള്ള വിളി വൈദ്യർക്ക് നന്നായി ബോധിച്ചു അത്രേ. ഓഹോ, വൈദ്യർ ഓമനപ്പേര് മുഖത്ത് നോക്കി ആദ്യമായിട്ട് വിളിക്കണത് ഇയാളാണേ. ഇവിടുന്ന് പോണതിന് മുമ്പ് ബുദ്ധിമുട്ടില്ലാച്ചാ മുഖത്ത് നോക്കി ഒന്നുകൂടി വിളിച്ചൂടെ എന്ന് എന്നോട് ചോദിക്കാൻ പറയായിരുന്നു. അതിനെന്താ, 1000 പ്രാവശ്യം വിളിക്കാലോ. അത്രയൊന്നും വേണ്ട, സഹസ്രനാമം ജപിക്കാൻ വേറെയും ധാരാളം ഉണ്ടല്ലോ. ഓ ഏതായാലും സന്തോഷായി. എന്നാൽ ഇവിടെ നിന്നോളൂ, ഞാനങ്ങട് ആ കാലൊന്നും അങ്ങോട്ട് പൊക്കുക. ആ ക്ഷിപ്ര, ആർവകളെ, ഈ കൂട്ടത്തിൽ നന്നായി ഓടാൻ അറിയാവുന്ന 2 പേരെ വിളിക്കുക. ഞാൻ മതിയോ? ഞാൻ നന്നായി ഓടും. ഞാനും ഓടും. ചാകാനല്ല, ഓടാനാ, ഓടാൻ. ആ ക്ഷിപ്ര, ശർക്കര എടുത്ത് ഇവരെ കൈ കൊടുക്കുക.
പിടിക്ക. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി തയ്യാറായി നിൽക്കുക. കഠോര ഓ തരിക. ഓ ആ വായ ഒന്ന് തുറക്കുക. പിടിക്കുക. മുടി വെച്ചോളൂ. ഓടിച്ചെന്ന് പിടിക്കുക. ചെല്ലുക. ശർക്കര വൈദ്യരെ, സന്തോഷായി. നന്ദിയുണ്ട് ശർക്കര വൈദ്യരെ. ക്ഷിപ്ര അറവകളെ, ആ നട്ടോട്ടായി സത്തം കൊണ്ട് കൊടുക്കുക. ശർക്കര ആയി മിണ്ടാണ്ടിരിക്കുക. ഓ കൊടുത്തോളൂ. കഴിക്ക. കഴിച്ചോളൂ. ഉപ്പിയോടെ കഴിക്ക. മുഴുവൻ കഴിച്ചോളൂ. ഈശ്വര, പണി പാളിയല്ലോ. ആ എന്താ മുഖത്തൊരു സന്തോഷം? അല്ലേ, ഞാൻ ആലോചിക്കായിരുന്നു നസീമയുടെ ഒരു മാറ്റേ. ഇപ്പൊ കൃഷ്ണതുളസി പറിച്ചു പോയുള്ളൂ. ഉമ്മാക്ക് കഫക്കെട്ടാത്രേ. ടൈഫോയിഡ് വന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. ജലദോഷം വന്നപ്പോ കൃഷ്ണതുളസിയായിട്ട് പോയതേ. ആ സ്നേഹപ്രകടനം കണ്ട് ഇയാൾ അന്തം വിട്ട് നിൽക്കണ്ട. ഉമ്മാനെ വൃദ്ധസദനത്തിലാക്കണതിന്റെ സന്തോഷാണത്. അത് പിന്നെ എനിക്കറിയില്ലേ. പിന്നെന്തിനാ നീ ഇങ്ങനെ കുന്തം വിഴുങ്ങി മട്ടി നിൽക്കുന്നത്? അല്ല, ഇങ്ങനെയൊക്കെ പെരുമാറാനും അവൾക്ക് അറിയൂലോന്ന് ഓർത്തു പോയതാ. അവൾക്ക് മാത്രല്ല, ആ ഉമ്മാന്റെ മറ്റു 2 മക്കളില്ലേ, ആ തൃപ്പാള കങ്ക്രാണികൾ, അവർക്കും കഴിയും ഉമ്മാനെ സ്നേഹിക്കാൻ. അതിന് എന്റെ കയ്യിലൊരു മരുന്നുണ്ട്, നീ നോക്കിക്കോ. ആരാത്? കണ്ട കാലം മറന്നൂലോ. ഇപ്പം കണ്ടത് നന്നായി. കുറെ കാലായി ഒരു കാര്യം മനസ്സിൽ കടന്ന് അങ്ങനെ പുകയാ. പറയണോ വേണോ പറയണോ വേണ്ട എന്നാലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടണില്ല. എന്താ വൈദ്യരെ? പറഞ്ഞുതരാം. നിന്റെ ഇക്ക ഉമ്മാനെ സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിക്കണതിന്റെ കാരണം എന്താ? ഉമ്മാനെ നിന്റെ വീട്ടിൽ നിർത്തണമെന്ന് നിർബന്ധിക്കാത്തെന്താ? പറയാ. അതിന്റെ കാരണം ഞാൻ തന്നെയാണ്. പൂവ് അടി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലൊരു രഹസ്യം കൂടി ഉണ്ട്. വീട്ടിൽ പോയിരുന്ന് സ്വസ്ഥായിരുന്ന് ചിന്തിക്കുക. എന്ത് ചിന്തിക്കണം എന്നാ വൈദ്യരി പറയണേ? ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാം. എൻ്റെ അമ്മയുടെ കയ്യിൽ 50 ലക്ഷം രൂപയോ അതിനുള്ള സ്വത്തോ ഉണ്ടെന്ന് അങ്ങോട്ട് വെക്കുക. ആർക്കും അറിയാത്ത ഒരു രഹസ്യ സ്വത്ത്. പക്ഷേ എനിക്ക് മാത്രം അറിയാം. ഇത് ഞാൻ എൻ്റെ അനിയന്മാരോടോ ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ പറയില്ല. എന്താ കാരണം? ഇവിടെ 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 പറയാ. എന്നാ താൻ പറയാ. ഞാനീ പറഞ്ഞ ഉദാഹരണത്തിന് ബുദ്ധി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്ഷിപ്ര, എന്താ അറവകളെ? നമുക്ക് എങ്ങോട്ടാ പോണ്ടത്? അങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ? അങ്ങോട്ട് അറവകളെ. ഇങ്ങോട്ടാ അവർകളെ. ഇങ്ങോട്ട്. വൈദ്യരെ, വൈദ്യരെ, അവിടെ നിക്കണം. ക്ഷിപ്ര, കഠോര, എന്തെടുക്കാ ഇവിടെ? വരിക. എന്താ അറവകളെ? ആട്ടെങ്കി നിക്കണം. ഈ മിണ്ടാ പ്രാണിയെ ഈ പരിവച്ച് കൊണ്ടുവരാ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങൾക്കൂല്ലേ അമ്മയും പ്രാന്തന്മാരും ഒക്കെ? ആ കെട്ടയച്ചു വിടുക. വൈദ്യരെ കെട്ടയച്ച ആകെ കുഴപ്പാവും. താൻ ആ തുണി അങ്ങോട്ട് മാറ്റുക. പക്ഷേ വൃത്തി കെട്ടവനെ, തന്റെ തുണി മാറ്റാനല്ല പറഞ്ഞത്. ആ പാവത്തിന്റെ വായിൽ തുണി അങ്ങോട്ട് മാറ്റുക. ശർക്കര കുറങ്ങ ഈ നാം വെച്ച ഓ ഈ
ഈശ്വരാ തിരിച്ച് തിരികൊള്ളുക മര്യാദക്ക് ഞാൻ പറയണത് അനുസരിച്ചാ തന്റെ വായ തുറക്കാം. ഈ കെട്ട അയച്ചു വിടുകയും ചെയ്യാം. എന്താ തെറി വിളിക്കരുത്, പരാക്രമം കാണിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്. എന്താ എന്നാ ഇയാളെ കെട്ടയച്ചു വിടുക. അപ്പോ മര്യാദക്കാരനായല്ലോ അല്ലേ? പിടിച്ചെഴുന്നേൽപ്പിക്ക. ക്ഷിപ്ര, കടോര, ഇയാളെയും കൊണ്ട് അകത്തേക്ക് പോവാ. എന്ത് നല്ല മനുഷ്യൻ. സുഖം തന്നെയാണല്ലേ? വാ കടോരാ വാ. വൈദ്യരെ, അവന്റെ സ്വഭാവം ഏതു നേരം മാറും. അവിവേകമൊന്നും കാണിക്കരുത്. അവിവേകം കാണിച്ചത് നിങ്ങളാ. ഇപ്പം കണ്ടില്ലേ എത്ര മര്യാദക്കാരനായിട്ടാ അവൻ അകത്തേക്ക് പോയത്. ഏതൊരു ഭ്രാന്തന്റെ ഉള്ളിൽ ഒരു മര്യാദക്കാരനുണ്ടാവും. കണ്ടില്ലേ എന്തൊരു അച്ചടക്കം, എന്തൊരു വിനയം, എന്തൊരു ദ്രുണ്യത. ഞങ്ങൾ ആരെങ്കിലും അകത്തേക്ക് വരണോ? വേണ്ട. അല്ല, അവൻ എന്തെങ്കിലും പരാക്രമം കാണിച്ചാലോ? പരാക്രമം കാണിക്കാൻ പോണത് ഞാനാ. അതാണ് ഭ്രാന്തിന്റെ ചികിത്സ. അകത്തുനിന്ന് എന്ത് ശബ്ദം കേട്ടാലും ആരും ഭയപ്പെടണ്ട. ആരും അകത്തേക്ക് വരുവും വേണ്ട. ശിൽബന്ധ പൂജിതം മൃഷ്ടാന ദുര്യന്താഹ പ്രായണ സൗമനസ്യ മർദ്ദനം എന്നാണല്ലോ പ്രമാണം. പ്രാർത്ഥിക്കുക, അത്ര തന്നെ. എന്തൊക്കെയുണ്ട് വർത്താനം? സുഖാണ്. കൊറേ കാര്യം തുടങ്ങിട്ട്. ഭ്രാന്തനല്ലേ? കഠോരനെ അങ്ങോട്ട് മാറിയിക്കുക. ക്ഷിപ്രൻ ഇങ്ങോട്ട് മാറിയിക്കുക. ഇവിടെ 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 എന്താ ഇനി തെറി പറയാനും തോന്നുന്നുണ്ടോ? കടോരോ കടോര, നീ ഇവിടല്ലേ? കടോരോ, അവർകളല്ല ക്ഷിപ്രന. എന്തെങ്കിലും പറ്റിയ? കടോരോ, എനിക്ക് അറുപകള് നോക്ക. അറുപകള് അറുപകള് എവിടെ കടോര? അറുപകള് പോയി എന്നാ തോന്നണേ. പോയി അടയാളം അവിടെ ഉണ്ട്. എല്ലാ ആശുപത്രിയിലും പോവാ. ക്ഷിപ്ര, കഠോര, ആ പ്രാന്തം പോയോ? ഇല്ല, ഞാനിവിടെ ഉണ്ട്. വിടുക വിടുക, എന്നെ നിലത്തിട്ട ഭൂമിയിൽ നിങ്ങളുടെ പ്രായം മാനിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അടിച്ചാ തലമടയം പൊട്ടിക്കായിരുന്നു. അമ്മാരി ചതിയ നിങ്ങൾ എന്നോട് ചെയ്തത്. ഹൈ, ഞാനെന്താ ഇയാളോട് പറഞ്ഞത്? ഇവിടെ 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 പറയാ. ഒരു ഉദാഹരണം മാത്രം അല്ലേ? അതായത് എന്റെ അമ്മയുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാൻ പറഞ്ഞു. എന്റെ അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. പിന്നെങ്ങനെ ആ ഉദാഹരണം ശരിയാവുക? തിരിച്ചോളുക, തിരിക്കുക. ചിന്തിക്കാതെ ഓരോ വിഡിത്തങ്ങൾ എഴുന്നള്ളിച്ചിട്ട് എന്റെ മേക്കിട്ട് കയറിയ നെട്ടോട്ടായി സത്ത തന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരും ഞാൻ. അടച്ചു വെച്ചോളുക മറക്കടന്മാര്. ക്ഷിപ്ര, എന്താ അറവകളെ? നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ദാ അങ്ങോട്ട്. അവർകളെ മുഴുവൻ പണിയെ. അരമണിക്കൂറായി കല്ല് വേവാൻ തുടങ്ങിയിട്ട്. ചൂടായി പഴുത്തു. ഇനി എപ്പോഴാണോ ആ വൈദ്യരനെ കെട്ടിയെടുക്കുക? ആ നെട്ടോട്ടാതി സത്യയുടെ രഹസ്യം അറിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് മുങ്ങായിരുന്നു. അതിനാ പരട്ട വൈദ്യര് ആ രഹസ്യം പറഞ്ഞു തരുന്നില്ലല്ലോ. അറവകളെ, കല്ല് നന്നായി ചൂടായി പഴുത്തു. മരുന്ന് വറക്കണ്ടേ? ഈ കലം വെക്കാൻ പറഞ്ഞിട്ട് കല്ലാണോ വെച്ചത്? ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ആ കലം അങ്ങോട്ട് എടുത്ത് വെക്കുക. മരുന്ന് വറുത്തിട്ട് പോരെ? പറയണത് അങ്ങോട്ട് കേൾക്കുക. നിർത്തുക. രണ്ടാത്
ചെറുതാക്കി അങ്ങോട്ട് വരിക. ഇത് കൂടി തറച്ചോളൂ. നല്ല വെണ്ണ പോലെ ആണം. മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ 2 എണ്ണത്തിന് ഞാൻ പറഞ്ഞു വിടും. എന്താ റേഷൻ കടയിൽ പോയിരിക്കുക. വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ വണ്ടി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, നമുക്ക് കുറുക്ക് വഴിയിലൂടെ പോവാ. വെറുതെ നാട്ടുകാരോട് പറയിപ്പിക്കണ്ട. അയ്യോ പിടിച്ചോളാ, പിടിക്കാ പിടിക്കാ. എന്റെ ചൂരിലെവിടെ എടുത്തോളാ. പിടിക്കാ പിടിക്കാ. ഊതിക്കോളാ, കൂട്ടിൽ ഊതിക്കോളാ. വീശിക്കോളാ വീശിക്കോളാ. അയ്യോ ഈശ്വരാ. വീശിക്കോളാ വീശിക്കോളാ. കരയാതിരിക്കുക. കാറ്റുണ്ടോ? കരയണ്ട. ഈശ്വരാ പിടിക്കാ. വീശിക്കോളാ വീശിക്കോളാ. നിക്ക നിക്ക നിക്ക. ഈശ്വരാ വീശിക്കോളാ വീശിക്കോളാ. ശുനകപുത്ര, ഇരിക്കുന്നിടത്തല്ല, ഇരിക്കുന്നിടത്ത് പോവാ. നടന്നോളൂ, പോരൂ. ശരിക്കും പിടിച്ചോളൂ. ഈശ്വരാ നിക്ക നിക്ക. കിയാർ നെല്ലിയാണെന്ന് പറഞ്ഞ എന്തെങ്കിലും പറിച്ചോളൂ. അയ്യോ ഈശ്വരാ പറിച്ചോളൂ. വൈദ്യരെ എന്താ ഇവിടെ പരിപാടി? കിയാർ നെല്ലി പറിക്കുക. പാറപ്പുറത്തുനിന്നാ കീഴാർ നെല്ലി പറിക്കുന്നേ? വൈദ്യന്മാർക്ക് എവിടുന്ന് കിയാർ നെല്ലി പറിക്കുക, അതാ പ്രമാണം. ഈശ്വരാ വരി, കീഴാർ നെല്ലിയേ എന്റെ വീട്ടിലുണ്ട്, വരി. വേണ്ട, ഞാനിവിടുന്ന് പറിച്ചോളാം. പറിച്ചോളൂ പറിച്ചോളൂ. അത് പറഞ്ഞാ പറ്റില്ല, കീഴാർ നെല്ലി എന്റെ വീട്ടിൽ നിന്ന് പറിച്ചാ മതി. വരി വൈദ്യരെ, വിട്ടു പോയിക്കോളുക. ഇങ്ങോട്ട് വാ വൈദ്യരെ. കീഴാർ നെല്ലി പറിക്കാതെ ഫ്രീഡോളൊക്കെ ഇങ്കാരനോട് പോയിക്കോളാൻ പറയാ. വേഗം ചെല്ലുക. അതെ, അവരുടെ മൂഡ് നന്നായി പൊള്ളിരിക്കണു. ഇനി ഇത് നീ പുറത്ത് ആരോടും പറയാണ്ടിരിക്കണ്ട, എല്ലാരോടും പോയി പറയാ. ഓ എല്ലാവരോടും പറഞ്ഞില്ല. അത് നാട്ടി പാട്ടാക്കണ കാര്യം ഞാൻ ചെല്ല ചെല്ല ചെല്ല. പോട്ടെ പോട്ടെ പോട്ടെ. എന്നാ പിടിച്ചോളൂ. കാറ്റുണ്ടോ? ബോറായി. നടക്കുക നടക്കുക. അറിയാതെ നടക്കുക. നിക്ക നിക്ക. കുറച്ച് സമയം ഇവിടെ ഇരിക്കുക. നടക്കാൻ വയ്യ. അവർക്ക് ഈ ആഴ്ച വളരെ മോശാണല്ലോ. എന്താ നാള്? ചുംബ അതല്ല ഈ കരിഞ്ഞിരിക്കണേ. എന്താ ബുധന ബുധന? വയ്യ, ഒരടി നടക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യാ, ക്ഷിപ്രം ചെന്ന് ഒരു വണ്ടി വിളിച്ചു കൊണ്ടുവരാ. ഇവിടെ ഇരിക്കാം. പിടിച്ചോളാം. വേഗം ചെല്ല. അയ്യോ ഈശ്വരാ. അയ്യോ അയ്യോ പിടിക്ക. ഇവരെന്താ നോക്കുന്നത്? അയ്യോ അയ്യോ
അവർകളെ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിലപ്പുറം എന്ത് ചെയ്യാനാ? ഇത്രയും ചെയ്ത് തന്നെ പോരെ. ഇപ്പൊ സമാധാനായില്ലേ രണ്ടാൾക്കും? ഈ വൃത്തിയോട്ടമാരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ഞാൻ എത്ര തവണ പറഞ്ഞതാ, കേക്കണ്ടേ? മരുന്ന് കൂട്ടാൻ ഒരാള് വേണ്ടേ? ആ, നാളെ കുഴിച്ചിടാനുള്ള മരുന്ന് ഇന്ന് തന്നെ കൂട്ടണം. കൂട്ട് പറഞ്ഞില്ല. എന്നാ കേട്ടോളൂ. ഓ, 5 റാത്തൽ കാഞ്ഞിരത്തിന്റെ തോല്, 7 റാത്തൽ കാഞ്ഞിരത്തിന്റെ കുരു, 3 റാത്തൽ കാഞ്ഞിരത്തിന്റെ ഇല എന്നിവ ചേർത്ത് 3 അടങ്ങായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഭരണിയിലാക്കി മണ്ണിൽ കുഴിച്ചിടുക. 43-ാം ദിവസം അത് പുറത്തെടുത്ത് 1.5 അടങ്ങാഴിയായി ചുരുങ്ങുന്നത് വരെ നന്നായി തിളപ്പിക്കുക. ആ, ഇപ്രാവശ്യത്തെ മരുന്ന് നിങ്ങൾ 2 ആളും ഉണ്ടാക്കണം. ഗുണം കുറഞ്ഞ 2 എണ്ണത്തിന് ഞാൻ പിരിച്ചുവിടും, പറഞ്ഞേക്കാം. അറവകളെ, ആ മരുന്നിൽ ചേർക്കുന്ന രഹസ്യ കൂട്ടുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അടുത്ത് വരിക. എന്തേ പറഞ്ഞത്? അങ്ങനെയൊന്നും അവർകള് പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ട്. കേക്കണോ? ഇങ്ങോട്ട് വരിക. വരിക. വേണ്ട.